നിരവധി മരണങ്ങൾക്ക് കാരണമായ കുവൈത്ത് തീപിടുത്തത്തിൽ 2 പേർ അറസ്റ്റിൽ. പ്രാദേശിക മാധ്യമമായ അറബ് ടൈംസാണ് സുരക്ഷാ വീഴ്ച ആരോപിച്ച് 2 പേരെ അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ട് ചെയ്തത്. അറസ്റ്റിലായവരിൽ ഒരാൾ പ്രവാസിയും മറ്റൊരാൾ കുവൈത്ത് പൗരനുമാണ്. അറസ്റ്റിലായ പ്രവാസി മലയാളിയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ അറസ്റ്റിലായവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല. നരഹത്യ, അശ്രദ്ധ മൂലം അപകടമുണ്ടാക്കി എന്നീ കുറ്റങ്ങളിലാണ് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണ നടപടികൾ പുരോഗമിക്കുകയാണ്. ഷോർട്ട് സർക്യൂട്ടാണ് കെട്ടിടത്തിന് തീപിടിക്കാൻ കാരണം എന്ന് നേരത്തെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ജനറൽ ഫയർഫോഴ്സ് വിഭാഗമാണ് പരിശോധന നടത്തിയത്. സാക്ഷികളിൽ നിന്നുള്ള വിവരശേഖരണം കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയതായും അന്വേഷണ സംഘം അറിയിച്ചു. താഴത്തെ നിലയിലെ ഗാർഡ് റൂമിലാണ് ആദ്യം തീപിടുത്തമുണ്ടായത്. അതേസമയം മരിച്ച മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വ്യോമസേനയുടെ പ്രത്യേക വിമാനം കൊച്ചിയിലേക്ക് പുറപ്പെട്ടു. രാവിലെ 10:30 വിമാനം കൊച്ചിയിലെത്തി. മലയാളികളുടെ മൃതദേഹം കൊച്ചിയിലിറക്കിയ ശേഷം ഡൽഹിയിലേക്ക് പുറപ്പെടും. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ചേർന്ന് മൃതദേഹങ്ങൾ വിമാനത്താവളത്തിൽ ഏറ്റുവാങ്ങും. ഇതിനായി മുഖ്യമന്ത്രി കൊച്ചിയിലെത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ 31 മൃതദേഹങ്ങളാണ് ഇറക്കുക. 23 മലയാളികളും 7 തമിഴ്നാട് സ്വദേശികളുടെയും 1 കർണാടക സ്വദേശിയുടെയും മൃതദേഹമാണ് വിമാനത്തിലുള്ളത്. ബീഹാർ സ്വദേശിയുടെ മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാവാത്തതിനാൽ പിന്നീടെത്തിക്കും. ബുധൻ പുലർച്ചെയാണ് മംഗഫിലെ ലേബർ ക്യാമ്പിൽ തീപിടുത്തമുണ്ടായത്. മലയാളികളുടെ കീഴിലുള്ള NVTC ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റാണിത്. 46 ഇന്ത്യക്കാരടക്കം 49 പേരാണ് തുടക്കത്തിൽ മരിച്ചത്. 40 പേർ 5 ആശുപത്രികളിലായി ചികിത്സയിലാണ്. ഇതിൽ 7 പേരുടെ നില ഗുരുതരമാണ്. 160ഓളം ജീവനക്കാർ താമസിക്കുന്ന കെട്ടിടത്തിലെ ഭൂരിഭാഗം പേരും മലയാളികളാണ്. അപകടത്തിൽ പൊള്ളലേറ്റും ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരുമാണ് മരിച്ചത്. ന്യൂസ് ഡെസ്ക്, സുപ്രഭാതം.